എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ ഇനി അങ്ങോട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുമായിട്ടാണ്. നമ്മുടെ മണി ബ്ലോക്ക് സീരീസിൻ്റെ ഡേ 2 വരെ അപ്ലോഡ് ചെയ്തു. ഞാൻ അതിന് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, മണി അട്രാക്റ്റ് ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ ബ്ലോക്ക് റിമൂവൽ. അപ്പോൾ അതിന് കുറച്ച് ടൈം ഡിലേ ആവശ്യമുണ്ട് കേട്ടോ. മാക്സിമം 1 or 2 days നിങ്ങൾ പ്രാക്ടീസ് ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ നാളത്തെ ഒരു ദിവസം കൂടെ അത് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഡേ 3 അപ്ലോഡ് ചെയ്യുമ്പോൾ ഡേ 3 or 2 days അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. കാരണം എപ്പോഴും ബ്ലോക്ക് റിമൂവലിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വേറെ വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസും ഉൾപ്പെടുത്താം. ഈ ഒരു പ്രാക്ടീസ് നടക്കും കേട്ടോ. ഡേ 3 നാളെ വരും കേട്ടോ. നിങ്ങളുടെ ഡേ 3 മണി ബ്ലോക്ക് റിലീസ് സീരീസ് നാളെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാനിവിടെ ചെയ്യുന്നത് മണി റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്കത് നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മണി റിലേറ്റഡ് എഴുതുന്ന ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളുടെ ഒരു ആഗ്രഹം യൂണിവേഴ്സിനോട് അറിയിക്കുമ്പോൾ ആ ആഗ്രഹം യൂണിവേഴ്സിലെത്തുകയും അവിടുന്ന് അത് ക്രിയേറ്റായി അത് തിരിച്ച് നമുക്ക് എന്താണ് റെസ്പോൺസായി കിട്ടും എന്നാണല്ലേ. പക്ഷേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഏതൊരാഗ്രഹം നമ്മൾ യൂണിവേഴ്സിലേക്ക് എത്തിച്ചാലും അതെന്താണ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. ആ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെ നമ്മുടെ ഇതുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കണം കേട്ടോ. നമ്മുടെ ആഗ്രഹത്തെ യൂണിവേഴ്സിൽ ആ വേർഷനിൽ എവിടെയാണോ നമ്മുടെ ആഗ്രഹം ഇരിക്കുന്നത് ആ എനർജി ഫീൽഡിലോട്ട് നമ്മൾ അലൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പുതുതായിട്ട് ക്രിയേഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ അലൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനുള്ളൊരു ടെക്നിക്കാണിത്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡേ ടു ഡേയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെയിലി ഇതിൻ്റെ പ്രത്യേകത, ഇന്ന് നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് എഴുതി ചേർത്ത് ഈ ടെക്നിക്കിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഡേ ടു ഡേ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ടെക്നിക്ക് ഉപയോഗിച്ച്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പിക്ചർ കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിനകത്ത് നിങ്ങൾ എഴുതേണ്ടത് ടുഡേ എന്നാണ് നിങ്ങൾ ആ സർക്കിളിനകത്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. ഞാനിപ്പോൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ₹500 എന്നാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, അതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു സർക്കിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയത് ₹1000. അതിന് താഴെയായിട്ട് ഞാനൊരു സർക്കിൾ ആഡ് ചെയ്തു. അതിലെഴുതിയിട്ടുണ്ട് ₹5000. അതിന് താഴെ ഞാൻ ആഡ് ചെയ്ത സർക്കിൾ എഴുതിയിട്ടുള്ളത് ₹10,000 എന്നാണ്. ടുഡേ പിന്നെ ഈ എമൗണ്ടുകളും ഞാൻ ഓരോരോ സർക്കിളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വരച്ച സർക്കിൾസ് എല്ലാം എൻ്റെ എനർജി സർക്കിളാണ്, മണി സർക്കിളാണ്. നിങ്ങൾ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് സർക്കിളാകും, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് സർക്കിളായിരിക്കും അതിനകത്ത് വരുന്നത്. ഹെൽത്ത് ആണെങ്കിൽ എൻ്റെ കൈകാലുകൾ സുഖമായി പ്രവർത്തിക്കുന്നതിന് നന്ദി, ഒരു സർക്കിൾ. അതുപോലെ എനിക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നതിന് നന്ദി, ഒരു സർക്കിൾ. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഹെൽത്ത്. റിലേഷൻഷിപ്പ് ആണെങ്കിലോ, എനിക്ക് എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകുന്നതിന് നന്ദി, അങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ മാറ്റം വരുത്താനുള്ളത് അതൊക്കെ ഓരോ സർക്കിളായിട്ട് വരയ്ക്കുക. ശേഷം ഈ സർക്കിൾ, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ വരച്ച ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ താഴെ എഴുതുക പാരലൽ യൂണിവേഴ്സ്. അത് മറക്കാതിരിക്കുക എഴുതാൻ വേണ്ടിയിട്ട്. കാരണം പാരലൽ യൂണിവേഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സിലെ പല വേർഷൻസിലാണ്. അപ്പോൾ ആ പാരലൽ യൂണിവേഴ്സ്, അതാണ് പാരലൽ യൂണിവേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ആഗ്രഹം യൂണിവേഴ്സിൻ്റെ പല തലങ്ങളിലായിട്ടാണ്. അത് എവിടെയാണോ ഉള്ളത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ എത്തണം എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് പാരലൽ യൂണിവേഴ്സ് എന്ന് എഴുതാൻ കാരണം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്താണ് അലൈൻ ചെയ്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ അലൈൻ ചെയ്യേണ്ടത് ലൈൻസ് ഉപയോഗിച്ചാണ് കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ലൈൻസാണ് നമ്മുടെ അലൈൻമെൻറ്റ് യൂണിവേഴ്സിലോട്ടുള്ള, പാരലൽ യൂണിവേഴ്സിലോട്ടുള്ള അലൈൻമെൻറ്റ്. ടുഡേ എന്ന സർക്കിളിൽ നിന്നും ഞാൻ വരച്ച ₹500ലേക്ക് ആദ്യത്തെ ഒരു ലൈൻ വരച്ച് ഞാൻ അലൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ ലൈൻ ടുഡേ എന്ന സർക്കിളിൽ നിന്നും ₹1000ലോട്ടും, മൂന്നാമത്തേത് ടുഡേ എന്ന സർക്കിളിൽ നിന്നും ₹5000ലോട്ടും, നാലാമത്തേത് ടുഡേ എന്ന സർക്കിളിൽ നിന്നും ₹10,000ലോട്ടുമാണ് എൻ്റെ അലൈൻമെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രയോറിറ്റി ഏതാണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതിനെ ഹൈലൈറ്റ് ചെയ്യുക. അതൊരു സ്കെച്ച് യൂസ് ചെയ്തോ, മാർക്കർ യൂസ് ചെയ്തോ, ഹൈലൈറ്റർ യൂസ് ചെയ്തോ, ക്രയോൺസ് യൂസ് ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കതിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് കളർ ക്രയോൺ കൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ടുഡേ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സർക്കിൾ ഔട്ട്ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. അവിടെ നിന്ന് എൻ്റെ അലൈൻമെൻറ്റ് നേരെ പോകുന്നത്, എനിക്കിന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ₹5000ലോട്ടാണെങ്കിൽ ആ ₹5000ലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നുണ്ട്.
വരയ്ക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ₹5000 സർക്കിൾ എവിടെയാണോ വരുന്നത് ആ സർക്കിളും ഞാൻ ഇതേ ക്രയോൺ കൊണ്ട് എന്താണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിഷ്വലൈസേഷനാണ്. നമ്മുടെ പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കണ്ണുകൾ അടയ്ക്കുക, 3 ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഞാൻ വരച്ച ₹5000 എന്നാണ് എന്നിലേക്ക് ഇന്ന് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അതെൻ്റെ കയ്യിലെത്തുമ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എന്തെങ്കിലും ഒരു ആഗ്രഹത്തിനായിരിക്കുമല്ലോ അല്ലേ. അപ്പം ആ ആഗ്രഹം എനിക്ക് നിറവേറി കഴിഞ്ഞു കേട്ടോ. നിറവേറി കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്? എനിക്കത് തന്ന യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം കറക്റ്റായിട്ട് ആ പാരലൽ യൂണിവേഴ്സിൽ ഏതോ ഒരു വേർഷനിൽ എത്തിച്ചിട്ടുണ്ടല്ലേ യൂണിവേഴ്സും. അതുകൊണ്ടാണല്ലോ എനിക്ക് ആ എമൗണ്ട് ഇന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് കയ്യിൽ കിട്ടിയത്. അപ്പോൾ യൂണിവേഴ്സിന് ഞാൻ പറയുകയാണ് താങ്ക് യു യൂണിവേഴ്സ്, കാരണം എൻ്റെ ആഗ്രഹം സാധിച്ചു അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ആ പൈസ കൊണ്ട് എന്താണോ നേടാൻ ഉദ്ദേശിച്ചത് അത് നേടിയിരിക്കുന്നു ഞാൻ. അതിനും ഞാനൊരു താങ്ക് യു പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ എൻ്റെ മനസ്സ് ഫുള്ള് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. യൂണിവേഴ്സ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, എൻ്റെ ആവശ്യവും നടന്നിരിക്കുന്നു, എൻ്റെ കയ്യിൽ പണവും എത്തിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിൽ പറയുകയാണ് ഇറ്റ്സ് ഡൺ, അത് സംഭവിച്ചിരിക്കുന്നു. ഐ റിസീവ് ദിസ് നൗ, എനിക്കത് ലഭിച്ചിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇതാണ് ഞാൻ പറയുന്നത് വിഷ്വലൈസേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താണ് കണ്ണുകൾ തുറക്കുന്നു. അതിനുശേഷം ഞാനൊരു പേപ്പറിൽ എഴുതുകയാണ് ഐ ഹാവ് റിസീവ് ₹5000 ടുഡേ. എനിക്ക് 5000 രൂപ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതി ചേർക്കുകയാണ്. ഇത് എഴുതുമ്പോൾ ചെറിയൊരു സ്മൈലോട് കൂടിയാവണം കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിലോ, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പാണോ ഇന്ന് സ്മൂത്തായി പോകാൻ മാനിഫെസ്റ്റ് ചെയ്തത്, ഐ ഹാവ് റിസീവ്ഡ് എ സ്മൂത്ത് റിലേഷൻഷിപ്പ് ഫ്രം ദാറ്റ് സൈഡ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് എഴുതുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതുക. കാരണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ആവശ്യമാണോ ആ സർക്കിളിൽ എഴുതിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വലൈസേഷൻ കൊടുക്കുക കേട്ടോ. വിഷ്വലൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കാരണം നമ്മൾ അലൈൻ ചെയ്യും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? നമ്മൾ ആഗ്രഹം എഴുതി നമ്മൾ ആ വരച്ച വരയുണ്ടല്ലോ അത് ഡയറക്റ്റ് യൂണിവേഴ്സിലോട്ട് പോവുകയാണ്. യൂണിവേഴ്സിൽ ഏതോ ഒരു വേർഷനിൽ എന്താ നമ്മുടെ ആഗ്രഹം ഇരിക്കുകയാണ്. അവിടെ പോയി എത്തുന്നുണ്ട് ആഗ്രഹം. അവിടെ നിന്ന് തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് ഉണ്ട്. റെസ്പോൺസ് നമുക്ക് പോസിറ്റീവാണ്. നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫീലോടുകൂടി വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം എഴുതുമ്പോഴും ആ ഒരു ഫീലോടുകൂടി എഴുതി ചേർക്കുക കേട്ടോ. ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇന്ന് എഴുതി ഇന്ന് മാനിഫെസ്റ്റ് ആയാൽ അടുത്ത ദിവസം അടുത്തൊരാഗ്രഹം നിങ്ങൾക്ക് അതിൽ എഴുതി ചേർക്കാം. റിലേഷൻഷിപ്പാണോ, മണിയാണോ, ഹെൽത്താണോ, എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് അടുത്ത ദിവസവും എഴുതി ചേർക്കാം. ഇനി ഹെൽത്ത് റിലേറ്റഡ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ കുറച്ച് കാലതാമസം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നടക്കുന്നത് വരയ്ക്കും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇതിന് വളരെ സമയത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഒരു വിഷ്വലൈസേഷൻ ചെയ്യുക, താങ്ക് യു നോട്ട് എഴുതുക. അത്രയും മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങളിത് എഴുതൂ. നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും എന്തുമാത്രം ഇതിന് പവർ ഉണ്ടെന്നുള്ളത് കേട്ടോ. കാരണം എപ്പോഴും പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലുണ്ടാവട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊന്നും പുതുതായിട്ട് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. എല്ലാം യൂണിവേഴ്സിൽ ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ അലൈൻ ചെയ്യുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് ഇരിക്കുക. എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും വർക്കാകണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ടെക്നിക്കാണോ നന്നായിട്ട് സ്യൂട്ട് ആകുന്നത് അതിനെ മുറുകെ പിടിക്കൂ. ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് നടത്തി തരും കേട്ടോ. യൂണിവേഴ്സിന് ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. ആരുടെ കാര്യത്തിലും വിശ്വാസം അത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.